ഹായ് ഓൾ, എല്ലാവർക്കും ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്കെച്ചപ്പിൻ്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ട്യൂട്ടോറിയൽ പോലെയല്ല, ബിഗിനിങ് തൊട്ട് അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്ന ഒരു ഇൻറ്റീരിയർ അഥവാ ജോയിനറി റിലേറ്റഡ് ഡീറ്റെയിൽസൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം സ്കെച്ചപ്പിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു വീഡിയോ സീരീസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്കെച്ചപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ മില്ലിമീറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷനിലാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്കെച്ചപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഇൻ്റർഫേസ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഇതിനകത്ത് ഞാനിപ്പോൾ ഓൾറെഡി കുറേ ഓപ്ഷൻസൊക്കെ ഉള്ളതെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട്, എനേബിളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ സ്കെച്ചപ്പിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഡൗൺലോഡ് ചെയ്ത ഉടനെ ഓപ്പൺ ആക്കുമ്പോൾ അതൊന്നും അവൈലബിൾ അല്ലാതിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കണ്ടോ, ഈ ഒരു മുകളിലൊരു മെനു ബാറിന് നേരെ വരുന്നൊരു ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വരുന്ന ഓപ്ഷൻസുകളെല്ലാം എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ടൂളുകളും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഞാൻ വീറയുടെയും ഡിഫൈ റെൻഡറിൻ്റെയും കൂടെ ടൂളുകൾ ഇതിൽ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ വീറയും ഡിഫൈ റെൻഡറും ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ രണ്ടിൻ്റെയും കൂടെ ടൂളുകൾ ഇവിടെ ഉള്ളത്. നിങ്ങൾ വീറയോ അല്ലെങ്കിൽ ഡിഫൈ റെൻഡറോ ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ടൂളുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. ബാക്കിയുള്ള സ്കെച്ചപ്പിൻ്റേതായ എല്ലാ ടൂളുകളും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് എനേബിൾ ചെയ്യാം. അത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഓപ്ഷനിൽ നിന്ന് ഈ ടൂളുകളെല്ലാം തന്നെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സ്കെച്ചപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ സൈഡിൽ കാണുന്ന ടൂൾ ബോക്സിൽ കാണുന്ന ടൂളുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വർക്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് മൂവ്മെൻറ്റുകളാണ്. ഒന്ന് ഈ റൊട്ടേഷനും, അതായത് ഈ വർക്ക് സ്പേസിനെ റൊട്ടേറ്റ് ചെയ്യുന്നതും, ഒന്ന് ഈ സൂം ഇൻ സൂം ഔട്ടും. അപ്പോൾ ഈ സൂം ഇൻ സൂം ഔട്ടിന് സിമ്പിളായിട്ട് എല്ലാ 3D സോഫ്റ്റ്വെയറിലും ഉള്ള പോലൊക്കെ തന്നെ സ്ക്രോൾ വീൽ മുന്നോട്ടും പുറകോട്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാം. നമ്മുടെ മൗസ് പോയിൻ്റർ എവിടെ ഇരിക്കുന്നു ആ ഭാഗത്തേക്കായിരിക്കും സൂമായി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൗസ് പോയിൻ്റർ എവിടെ ഇരിക്കുന്നു ആ ഭാഗമായിരിക്കും നമുക്ക് സൂമായി വരുന്നത്. മുന്നോട്ടും പുറകോട്ടും സ്ക്രോൾ വീൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ റൊട്ടേഷൻ, വർക്ക് സ്പേസിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ സ്ക്രോൾ വീൽ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് സ്പേസിനെ റൊട്ടേറ്റ് ചെയ്യാം. നമ്മുടെ മോഡലിനെ അല്ല പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വർക്ക് സ്പേസിനെ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന വ്യൂവിനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ഈ വ്യൂവിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ 4 സൈഡും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നടന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ സെൻറ്റർ മൗസ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് മൗസിനെ മൂവ് ചെയ്തുകൊണ്ട് സാധിക്കുന്നതാണ്. ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വേറെ ഉണ്ട്, അത് ഞാൻ വരുന്ന ഭാഗങ്ങളിൽ പറയാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് സ്കെച്ചപ്പിൽ എന്ത് ചെയ്യണമെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് മൂവുകളാണ്. ഒന്ന് സൂം ഇൻ സൂം ഔട്ടും അതുപോലെ തന്നെ വ്യൂവിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും ഒരേ കീ അല്ലെങ്കിൽ ഒരേ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നടുക്കത്തെ സെൻറ്റർ മൗസ് ബട്ടണായിട്ടുള്ള അല്ലെങ്കിൽ സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഓപ്പറേഷനുകൾ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇവിടെ വരുന്ന ടൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വരുന്ന ടൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ടൂളാണ്. ഒരുവിധം എല്ലാ സോഫ്റ്റ്വെയറിലും ഉള്ള പോലെ തന്നെ ഉള്ള ഒരു സെലക്ഷൻ ടൂളാണ് ആദ്യം വരുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൗസ് പോയിൻ്ററായിട്ട് മാറുന്ന ഒരു ടൂൾ. അതിൽ പ്രത്യേകിച്ച് വേറെ ഫങ്ഷനൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ടൂളിനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ടൂളിലാണ് നിൽക്കുന്നതെങ്കിൽ
വേഗം ആ ഒബ്ജക്റ്റ് സെലക്ഷനിലേക്ക് മാറാൻ നമുക്ക് സ്പേസ് ബാർ ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. ഓക്കെ, സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെലക്ഷൻ ടൂളിലേക്ക് മാറും. ഏത് ടൂൾ ആക്റ്റീവ് ആണെങ്കിലും നമ്മൾ സ്പേസ് ബാർ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെലക്ഷൻ മോഡിലേക്ക് നമ്മുടെ മൗസ് പോയിൻ്റർ പോകും. അപ്പോൾ മൗസ് പോയിൻ്റ് ഏത് ടൂളിൽ നിന്നാലും നമ്മൾ സെലക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്യുക. അത് പഠിച്ചു. അതിന് ശേഷം വരുന്നത് ലാസോ സെലക്ട് എന്ന് പറയുന്ന ടൂളാണ്. ലാസോ സെലക്ട് എന്ന് പറയുന്ന ടൂൾ നിങ്ങൾക്കറിയാം, ഒരു കത്രിക കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്ന രീതിക്ക് നമുക്കൊരു വസ്തുവിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാസോ സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് സെലക്ട് ചെയ്യേണ്ട, അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം സെലക്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ലാസോ സെലക്ഷൻ ടൂൾ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സാധാരണ ഗതിയിൽ നമ്മൾ വളരെ റെയറായിട്ട് മാത്രമേ ആ ഒരു ടൂൾ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ ഇവിടെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പെയിൻറ്റ് ബക്കറ്റ് എന്ന് പറയുന്നതാണ്. ഇത് ശരിക്കും സ്കെച്ചപ്പിൻ്റെ ടൂളുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ കമ്പ്യൂട്ടർ പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന പെയിൻ്റ് ഉണ്ടല്ലോ, പെയിൻ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അതുമായിട്ട് വളരെ സിമിലായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റിൻ്റെ പെയിൻ്റ് എന്ന് പറയുന്നത്. കാരണം അതുപോലത്തേക്കുള്ള ടൂളുകളാണ്, വളരെ സിമ്പിളായിട്ടുള്ള, ആർക്കും കണ്ടാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ടൂളുകളാണ്. അതാണ് ഈ സ്കെച്ചപ്പിൻ്റെ ഒരു പ്രത്യേകതയും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇതിൻ്റെ ടൂളുകളും കാര്യങ്ങളൊക്കെ. 3ds Maxനെ പോലെ കുറച്ച് കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ കൂടുതൽ ഓപ്ഷൻസോ കാര്യങ്ങളോ ഉൾപ്പെടുത്തുന്നതിനുപരി ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനുപയോഗിക്കുന്ന ടൂളാണ് പെയിൻറ്റ് ബക്കറ്റ് ടൂൾ. ഞാനിപ്പോൾ ഇവിടെ ഒരു ബോക്സ് വരയ്ക്കുകയാണ്. അതിനുശേഷം ഇവിടെ മെറ്റീരിയൽ വന്നതിന് ശേഷം കളർ എടുക്കുന്നു. ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാം. നമുക്ക് വേണ്ടുന്ന കളർ എടുക്കുന്നു, അവിടേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഇതുണ്ടോ, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകൾ, നമുക്ക് ആവശ്യമുള്ള കളറുകൾ നമുക്കിങ്ങനെ കൊടുക്കാം. അത്രയേ ഉള്ളൂ ആ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ. സിമ്പിൾ ടൂളാണ്. നമുക്ക് വേണ്ടുന്ന മെറ്റീരിയലുകളെ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്, ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ഈ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ. അതിനുശേഷം വരുന്നത് ഇറേസർ ടൂളാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വെക്ടറിനെയോ ഒരു ലൈനിനെയോ അല്ലെങ്കിൽ ഒരു ഫേസിനെയോ ഒക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഈ ഇറേസർ ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, ഇത്തരത്തിൽ ഇറേസർ ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. എന്തെങ്കിലും ലൈനെ ഇറേസ് ചെയ്ത് കളയണമെങ്കിലോ ഒരു ഒബ്ജക്റ്റിനെ തന്നെ ഇറേസ് ചെയ്ത് കളയണമെങ്കിലോ ഒക്കെ നമുക്ക് ഇറേസർ ടൂൾ യൂസ് ചെയ്യാം. അതിനുശേഷം വരുന്നതാണ് മേക്ക് എ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. മേക്ക് എ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഞാനൊരു കമ്പോണൻ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിന് നമുക്കൊരു പേര് കൊടുക്കാൻ പറ്റും, അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും, പിന്നെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സസുമായിട്ടോ അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണോ എന്നുള്ള ഓപ്ഷൻസൊക്കെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പോൾ ഞാൻ മേക്ക് എ കമ്പോണൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തൊരു കമ്പോണൻ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു കമ്പോണൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പി ഞാൻ ഇവിടേക്ക് പറഞ്ഞ് എടുത്ത് വയ്ക്കുകയാണ്, പിന്നെ ഒരു കോപ്പി ഞാൻ ഇവിടേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ കമ്പോണൻറ്റിൽ എന്ത് മാറ്റം വരുത്തിയാലും അത് എത്ര കോപ്പി നമ്മൾ എടുത്തിട്ടുണ്ടോ അത്രയും കോപ്പിയിൽ ആ മാറ്റം സംഭവിക്കും. ഉണ്ടോ, അതായത് നമ്മളിപ്പം എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഒരു പാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ റൂമിലും അതേ സെയിം സൈസിലൊരു പാനൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സൈഡിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാത്തിനും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പോണൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ
ബാക്കി എല്ലാത്തിലും അത് അഡ്ജസ്റ്റ് ആയിക്കോളും. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് കമ്പോണൻറ്റിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. ഏത് കമ്പോണൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്താലും, അതിനകത്ത് ആ ഗ്രൂപ്പിൽപ്പെട്ട ഏത് കമ്പോണൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്താലും ആ ചേഞ്ച് സംഭവിക്കും. അതാണ് ഈ കമ്പോണൻ്റ് ഓപ്ഷൻ. അതിനുശേഷം ടാഗ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഏതെങ്കിലും ഒരു മോഡലിന് ഒരു ടാഗ് ആഡ് ചെയ്യാൻ പോലുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളല്ല. അതുപോലെ തന്നെ പിന്നീട് വരുന്നതാണ് ലൈൻ എന്ന് പറയുന്ന ടൂൾ. ലൈൻ എന്ന് പറയുന്ന ടൂൾ ഏതൊരു സോഫ്റ്റ്വെയറിലെ പോലെ ലൈനുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ്. നമുക്ക് ആവശ്യമായ ലൈനുകളെ ക്രിയേറ്റ് ചെയ്യാം. ഈ ലൈൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതൊരു പ്ലെയിനായിട്ട് മാറും. ലൈൻ ക്ലോസ് ആയില്ലെങ്കിൽ എത്ര സമയം വേണമെങ്കിലും നമുക്കിങ്ങനെ വരച്ച് പോയിക്കൊണ്ടിരിക്കുക. എപ്പോൾ അത് ലൈൻ ക്ലോസ് ആവുന്നു ആ സമയത്ത് അതൊരു സർഫസായിട്ട് മാറും. പക്ഷേ ഇവിടെ സർഫസായിട്ട് മാറാത്തത്, അല്ലെ പ്ലെയിനായിട്ട് മാറാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരച്ചിരിക്കുന്ന ആക്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അത് ഒരേ സർഫസിൽ മാത്രം വരച്ചാൽ മാത്രമേ ഈ പറയുന്ന പോലെ പ്ലെയിനായിട്ട് അത് മാറത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ കണ്ടോ അതൊരു പ്ലെയിനായിട്ട് മാറി. അപ്പോൾ ലൈൻ എന്ന് പറയുന്ന ടൂളും മനസ്സിലായി. ഫ്രീ ഹാൻഡ് എന്ന് പറയുന്ന ടൂള് യൂസ് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള ഡ്രോയിങ്സുകളും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കാം. അതും ലൈൻ തമ്മിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഫ്രീ ഹാൻഡ് ടൂളാണ്. പ്രത്യേകിച്ച് വലിയ ഉപയോഗമൊന്നുമുള്ള ടൂളല്ല. എന്നിരുന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നീട് വരുന്നതാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ടൂള്. ഒരുപാട് ആവശ്യമുള്ളൊരു ടൂളാണ്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സ്കെച്ചപ്പിൽ നമ്മൾ 90% യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റെക്റ്റാങ്കിൾ ടൂള്. ഓട്ടോകാഡിലെ പോലെ തന്നെ സ്കെച്ചപ്പിലും റെക്റ്റാങ്കിൾ ടൂളിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു റൂം വരയ്ക്കണമെങ്കിൽ റെക്റ്റാങ്കിൾ ആവശ്യമുണ്ട്. ഒരു പാനൽ വരയ്ക്കണമെങ്കിൽ റെക്റ്റാങ്കിൾ ആവശ്യമുണ്ട്. ഒരു ടേബിൾ വരയ്ക്കണമെങ്കിലോ ഒരു ഫ്രണ്ട് വരയ്ക്കണമെങ്കിലോ അതിൻ്റെ സൈഡ് വരയ്ക്കണമെങ്കിലോ ഒക്കെ നമുക്ക് റെക്റ്റാങ്കിൾ ടൂളിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്കെച്ചപ്പിൽ ഉപയോഗപ്പെടുന്ന ഒരു ടൂളാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ സിമ്പിൾ ടൂളാണ്, ഒന്നുമില്ല. ഒന്നെങ്കിൽ വാല്യൂ കൊടുക്കുക. ഇപ്പം 1000/1000 കീബോർഡിൽ 1000 എന്ന് എൻ്റർ ചെയ്യുക, ഒരു കോമ ഇടുക, വീണ്ടും 1000 എന്ന് എൻ്റർ ചെയ്യുക, എൻ്റർ അടിക്കുക. 1000/1000 mm റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആയി. സിമ്പിൾ ടൂളാണ്, ഒന്നുമില്ല അതിനകത്ത് കോംപ്ലിക്കേഷൻസ്. മാനുവലി വരയ്ക്കണമെങ്കിൽ മാനുവലിയും ആവശ്യമുള്ള സൈസിലേക്ക് വരയ്ക്കാം. ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഇതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടൂളുകൾപ്പെട്ട ഒന്നാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ടൂളാണ്, പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത ടൂളുമാണ്. അടുത്ത ടൂളാണ് റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ. റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ വരുമ്പം മനസ്സിലാവും. റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ടൂളാണ് അടുത്തത്. അത് നമുക്ക് റെക്റ്റാങ്കിൾ ടൂള് പോലെ തന്നെ അതിൻ്റെ കൂടെ, പക്ഷേ റെക്റ്റാങ്കിൾ ടൂള് പോലെ തന്നെ മൗസ് പോയിൻ്റർ മാത്രമല്ല, ഒരു പെന്നിൻ്റെ ഷേപ്പായിട്ടായിരിക്കും അതിൽ വരുന്ന ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊട്രാക്ടറിൻ്റെ ഷേപ്പിലായിരിക്കും ഇത് വരുന്നത്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ആക്സസിലാണ് വേണ്ട ആക്സസിലേക്ക് ഒരു ലൈൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു റെക്റ്റാങ്കിൾ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. നമുക്ക് ആംഗിൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, അത്രയേ ഉള്ളൂ. അത് റൊട്ടേറ്റ് ചെയ്തൊരു ഷേപ്പിലേക്ക് നമുക്കൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം.
പ്രത്യേകിച്ച് വലിയ ഉപയോഗമൊന്നുമില്ല, ഒരു ഓപ്ഷൻ എന്നുള്ളതേ ഉള്ളൂ. സാധാരണ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് ആവശ്യമുള്ള ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ഇത്തരത്തിൽ റൊട്ടേറ്റഡ് ആയിട്ടുള്ളൊരു റെക്റ്റാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത വരുന്നതാണ് റെക്റ്റാങ്കിളിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന പോലെ തന്നെ അത്ര ഇല്ലെങ്കിൽ പോലും അതിനടുത്ത് തന്നെ നമുക്ക് പ്രാധാന്യമുള്ള മറ്റൊരു ടൂളാണ് സർക്കിൾ ടൂള്. നമുക്ക് ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു ചെറിയ സർക്കിൾ ഷേപ്പുള്ളൊരു ഹോള് കട്ട് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സർക്കിൾ ഷേപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ടൂള് ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ ടൂളിൻ്റെ പോലെ തന്നെ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ടൂളിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ഉപയോഗമുള്ള ഒരു ടൂളാണ് സർക്കിൾ ടൂൾ. അതിന് ശേഷം വരുന്ന പോളിഗൺ ടൂളാണ്. പോളിഗൺ ടൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു പോളിഗൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് ഇതുപോലെ തന്നെ നമുക്ക് ഒരു നട്ടിൻ്റെ ഹെഡ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഷേപ്പുകൾ എന്തെങ്കിലും ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ട സമയത്തൊക്കെ നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു ടൂളാണ്. പിന്നെ ആദ്യം പോളിഗൺ ടൂൾ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സൈഡ് എത്ര വേണമെന്നുള്ളത് തീരുമാനിക്കാം. സൈഡ് ഇവിടെ 6 ആണ് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത്. 5 4 അല്ലെങ്കിൽ 8 ഒക്കെ കൊടുക്കാം. 8 ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നീട് രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ടത് റേഡിയസ് ആണ്. റേഡിയസ് എത്ര വേണമെന്നുള്ളത് രണ്ടാമത് കൊടുത്തു കഴിഞ്ഞാൽ റേഡിയസിനനുസരിച്ച് അത് ക്രിയേറ്റ് ആവും. അപ്പോൾ പോളിഗൺ ടൂളും മനസ്സിലാക്കി. അടുത്തത് വരുന്നത് ആർക്ക് ടൂളാണ്. ഉപയോഗമുള്ള ടൂളാണ്, മനസ്സിലാക്കിയിരിക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കോർണർ നമുക്കൊന്ന് റേഡിയസ് ഒക്കെ കൊടുക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ് അവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 40 റേഡിയസ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരത്തിലൊക്കെ കട്ടൊക്കെ ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പേരിന് താഴെ അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരിക്കും. ഡ്രോ ആൻ ആർക്ക് ബൈ ഡിഫൈനിങ് എ സെൻറ്റർ പോയിൻറ്റ്, റേഡിയസ് ആൻഡ് എൻഡ് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ആർക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മളവിടെ ആദ്യം പറയുന്നത് സെൻറ്റർ പോയിൻറ്റും, എവിടെയാണ് സെൻറ്റർ പോയിൻറ്റ് വേണ്ടത്, സ്റ്റാർട്ട് പോയിൻ്റ് എവിടെയാണ് വേണ്ടുന്നത്, എൻഡ് പോയിൻ്റ് എവിടെയാണ് വേണ്ടുന്നത്. കണ്ടോ? അപ്പോൾ നമ്മൾ ഒരു സെൻറ്റർ പോയിൻ്റ് എടുത്ത് ഒരു സ്റ്റാർട്ട് പോയിൻ്റ് എൻഡ് പോയിൻറ്റും കൊടുത്ത് പിന്നെ റേഡിയസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ അതിനെ ഉപയോഗിക്കാം. അവിടെ റേഡിയസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ആർക്ക് ടൂളാണ്. ഇവിടെ ഒരു 3-4 ടൈപ്പ് ആർക്ക് ടൂളുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 2 പോയിൻ്റ് ആർക്കാണ് അടുത്ത് വരുന്നത്. അതിൽ കൊടുത്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോ ആൻ ആർക്ക് ബൈ ഡിഫൈനിങ് എൻഡ് പോയിൻ്റ് ആൻഡ് ബൾജ്. അതായത് ഒരു ആർക്ക് വരയ്ക്കുക, ഫസ്റ്റ് പോയിൻ്റും എൻഡ് പോയിൻറ്റും കൊടുത്തതിന് ശേഷം ഈ ബൾജിങ് ഉണ്ടല്ലോ, അത് ആർക്കിൻ്റെ ബൾജിങ്, തള്ളൽ, അത് എത്രത്തോളം വേണം, മുന്നോട്ട് എത്രത്തോളം തള്ളി നിൽക്കണം എന്നുള്ളതാണ് നമ്മൾ അടുത്തത് ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് ആ ഒരു ആർക്കിൻ്റെ പ്രത്യേകത. ഏകദേശം സെയിം തന്നെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന അതാണ്. കൂടുതലും ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആർക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ആർക്കാണ്. കാരണം സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർക്കാണ്. അടുത്ത് വരുന്ന 3 പോയിൻ്റ് ആർക്കാണ്. 3 പോയിൻ്റ് ആർക്ക് ഇതുപോലെ തന്നെ ആർക്ക് ക്രിയേറ്റ് ചെയ്യാനാണ്. ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു എൻഡ് പോയിൻ്റ് കൂടി കൊടുക്കാൻ പറ്റുന്ന ഒരു ആർക്ക് ഓപ്ഷനാണ്. ഇതും നമ്മൾ അത്ര അധികം ഉപയോഗിക്കുന്ന ഓപ്ഷനല്ല. പിന്നെ പൈ എന്ന് പറയുന്ന ഒരു ആർക്ക് ഓപ്ഷൻ കൂടിയുണ്ട്. അതുപയോഗിച്ചൊരു ഫുൾ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ഒരു പോയിൻ്റിൽ നിന്ന് തുടങ്ങുന്നു, മിഡിൽ പോയിൻ്റ് എടുക്കുന്നു, റേഡിയസ് കൊടുക്കുന്നു, റേഡിയസിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്ന് അതേ പോയിൻ്റിൽ എൻഡ് ചെയ്യത്തക്ക രീതിക്ക്. അപ്പോൾ നമുക്ക് എവിടെ നിർത്താം, എത്ര ആവശ്യമുള്ള അത്രയും നിർത്തി ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത്തരത്തിൽ ഒരാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണിത്. അപ്പോൾ
ഈ 4 ആർക്കുകളും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി. ഇതിൽ ഈ രണ്ടാമതുള്ള ആർക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ബാക്കി ആർക്കുകളൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് ആവശ്യം വരാം, വരാതിരിക്കാം. എങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് ഈ രണ്ടാമത്തെ 2 പോയിൻ്റ് ആർക്കിനാണ്. അതിനുശേഷം വരുന്നത് മൂവ് ടൂള്. മൂവ് ടൂളാണ്. മൂവ് ടൂള് നമുക്കറിയാം, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്ത് വയ്ക്കാൻ, നീക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അതിനകത്ത്. പേരിൽ തന്നെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. മൂവ് എന്ന് പറഞ്ഞാൽ മൂവ്, നീക്കി വയ്ക്കുക, അത്ര തന്നെ. പക്ഷേ മൂവ് ടൂളിന് മറ്റ് പല ഉപയോഗങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ് മൂവ് ടൂള്. നീക്കി വയ്ക്കുന്ന ടൂളിന് എന്താണ് ഇത്ര ഉപയോഗം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ കോപ്പി എടുക്കണം എന്ന് കണ്ടു കഴിഞ്ഞാലും മൂവ് ടൂളാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. കാരണം ഞാൻ ഈ ഒബ്ജക്റ്റിനെ ഫുള്ള് സെലക്ട് ചെയ്തിരിക്കുകയാണ്, മൂവ് ടൂൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ പോയിന്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു കോപ്പി എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം മൂവ് ടൂൾ ചലിപ്പിച്ചാൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ കോപ്പി എനിക്ക് കിട്ടും. ഇതാണ് മൂവ് ടൂളിൻ്റെ വലിയൊരു ഉപയോഗം. അടുത്ത കോപ്പി എടുക്കണമെങ്കിലോ വീണ്ടും ജസ്റ്റ് ഒന്ന് കൺട്രോൾ പ്രസ് ചെയ്യുക. മൂവ് ടൂളിനെ ഏത് ഡയറക്ഷനിലേക്കാണോ ഒബ്ജക്റ്റിന് കോപ്പി വേണ്ടതെന്ന് അവിടേക്ക് നീക്കി വയ്ക്കുക. ഇനി ഈ ഡയറക്ഷനിലോട്ട് വേണം ജസ്റ്റ് കൺട്രോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കോർണറിൽ നിന്ന് ആ പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക, മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മൂവ് ചെയ്ത് ഏത് ഭാഗത്തേക്കാണെന്ന് വെച്ചാൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ മൂവ് ടൂൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ടൂളാണ്. എന്തുകൊണ്ടാണ്? കോപ്പി എടുക്കാനൊക്കെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് കോപ്പികൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്ന ആളാണ് മൂവ് ടൂൾ. അപ്പോൾ മൂവ് ടൂള് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇത് കൂടാതെ പല ഓപ്ഷൻസിനും പല ആവശ്യങ്ങൾക്കും മൂവ് ടൂൾ നമുക്ക് പല ഭാഗങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. തൽക്കാലം ഇത്ര മനസ്സിലാക്കുക. ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനും ഒരു ഒബ്ജക്റ്റിൻ്റെ ഒന്നിലധികം കോപ്പികളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് മൂവ് ടൂൾ. അതിന് ശേഷം വരുന്ന ടൂളാണ് പുഷ് പുൾ ടൂള്. റെക്റ്റാങ്കിളിനോടൊപ്പം തന്നെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ റെക്റ്റാങ്കിളിനോടൊക്കെ മുകളിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയണമെങ്കിൽ പറയാം എന്നൊരു ടൂളാണ് പുഷ് പുൾ ടൂൾ. പുഷ് പുൾ ടൂൾ ഇല്ലെങ്കിൽ സ്കെച്ചപ്പ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം സ്കെച്ചപ്പിൻ്റെ എല്ലാവിധ ഓപ്പറേഷൻസിലും ഒരു തവണയെങ്കിലും പുഷ് പുൾ ടൂൾ ഉപയോഗിക്കാതെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്തൊരു പ്ലെയിൻ വരച്ചാലും എന്തൊരു പാർട്ട് ക്രിയേറ്റ് ചെയ്താലും അതിനൊരു തിക്നെസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പുഷ് പുൾ ടൂളിനെ വിളിച്ചേ പറ്റൂ. ഇവിടെ ഞാൻ ഈ തിക്നെസ് ആഡ് ചെയ്തിരിക്കുന്നതും തിക്നെസ് കുറയ്ക്കുന്നതൊക്കെ ഈ പുഷ് പുൾ ടൂൾ വെച്ചിട്ടാണ്. പുഷ് പുൾ ടൂളിനെ എടുക്കുക. പേരിൽ തന്നെ ഉണ്ട്, ഒന്നെങ്കിൽ പുഷ് ചെയ്യും ഒന്നെങ്കിൽ പുഷ് ചെയ്യും അല്ലെങ്കിൽ പുള്ളി ചെയ്യും. ഒന്നെങ്കിൽ പുഷ് ചെയ്യും അല്ലെങ്കിൽ പുള്ളി ചെയ്യും. ഇത് രണ്ട് കാര്യങ്ങൾക്കാണ് പുഷ് പുൾ ടൂൾ യൂസ് ചെയ്യുന്നത്. പുഷ് പുൾ ടൂളിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൺട്രോൾ യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? കണ്ടോ, പുഷ് പുൾ ടൂൾ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു തിക്നെസ്സിൽ നിന്ന് പ്ലസ് ആയിട്ട് ഒരു തിക്നെസ്സും കൂടി ആഡ് ചെയ്ത് തരും. അപ്പോൾ അവിടെ ഒരു ലൈൻ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ നേരത്തെ ഞാൻ പുഷ് പുൾ ടൂൾ യൂസ് ചെയ്ത സമയത്ത് അതേ ഒബ്ജക്റ്റിനെ പ്രത്യേകിച്ച് ഒരു അഡീഷണലായിട്ടുള്ളൊരു ലൈനോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പുള്ളി ചെയ്താണ് നമ്മൾ പുഷ് പുൾ ടൂൾ ഉപയോഗിച്ച് ചെയ്തത്, എക്സ്ട്രൂഡ് ചെയ്തത്. എന്നാൽ നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതുവരെയുള്ള ഒരു സ്റ്റേജിനെ അവിടെ നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് പ്ലസ് ആയിട്ടാണ് നമുക്ക് അടുത്തൊരു പോർഷൻ നമുക്ക് ക്രിയേറ്റ് ആയി വരുന്നത്. അപ്പോൾ പുഷ് പുൾ ടൂളും കൺട്രോളിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട്. കൺട്രോളിൻ്റെ ഒപ്പമല്ലാതെയും നമുക്ക് ഒരുപാട് ഭാഗങ്ങളിൽ ഉപയോഗം വരുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഈ ടൂളുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. റെക്റ്റാങ്കിൾ ടൂള്, 2 പോയിൻ്റ് ആർക്ക് ടൂള്, സർക്കിൾ ടൂള്, മൂവ് ടൂള്, പുഷ് പുൾ ടൂള്, ഇതൊക്കെ നമുക്ക്, അതുപോലെ തന്നെ ഈ പെൻസിൽ ടൂൾ, ലൈൻ ടൂള്, ഇതൊക്കെ നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള ടൂളുകളാണ്. അതൊക്കെ വേണം നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ. അതിന് ശേഷം വരുന്നതാണ് റൊട്ടേറ്റ് ടൂള്.
റൊട്ടേറ്റ് ടൂള് ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ ഒന്ന് ഗ്രൂപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ മാത്രം സെലക്ട് ചെയ്ത് ഈ ഒരു സർഫസ് മാത്രമാണ് സെലക്ഷൻ ആവുന്നത്. ഇതിനെ ഫുള്ള് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 വട്ടം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫുള്ള് സെലക്ഷൻ ആവും. 3 വട്ടം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ള് സെലക്ഷൻ ആവും. 1 വട്ടം ക്ലിക്ക് ചെയ്ത് 2 വട്ടം ക്ലിക്ക് ചെയ്ത് 3 വട്ടം ക്ലിക്ക് ചെയ്യാം. അപ്പം അത് അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യണം, ഫാസ്റ്റായിട്ട് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 വട്ടം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റ് ഫുള്ളായിട്ട് സെലക്ട് ആവും. നോക്കിയേ, എല്ലാ ഭാഗങ്ങളും സെലക്ട് ആയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും സെലക്ട് ആയിട്ട് ഞാൻ ഈ ഒബ്ജക്റ്റിനെ ഒരു ഗ്രൂപ്പാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മേക്ക് എ ഗ്രൂപ്പ്. ഇതൊരു ഗ്രൂപ്പായിട്ട് മാറി. ഈ ഒരു ഒബ്ജക്റ്റ് ഒരു ഗ്രൂപ്പായിട്ട് മാറിയിട്ട് ഈ ഒബ്ജക്റ്റിനെ എനിക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഫുള്ളൊരു ഗ്രൂപ്പായിട്ടുള്ളൊരു ഒബ്ജക്റ്റായിട്ട് മാറി. ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഞാൻ റൊട്ടേറ്റ് ടൂൾ എടുത്തു. ഏത് ആക്സസിലാണ് എനിക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ 3 ആക്സസുകളുണ്ട്, എക്സ്, വൈ, ഇസഡ്. 3 ആക്സസ് ഉണ്ട്, അല്ലെങ്കിൽ 3 പ്ലെയിനുകളുണ്ട്. ഇത് ഇസഡ് ആണ്, ഇത് എക്സ്, വൈയും വേണം. അപ്പോൾ ഏത് ആക്സസിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന കീസാണ് ആരോ കീ. നമ്മൾ ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻ പ്ലെയിനിൽ ലോക്കാവും, റൊട്ടേഷൻ ഗ്രീൻ പ്ലെയിനിൽ ലോക്കാവും. അതിനുശേഷം ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടൊരു ആരോ വരച്ചു, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇത്തരത്തിൽ കണ്ടോ, ആ ഗ്രീൻ ലൈൻ പോയേക്കുന്നുണ്ട്. ഈ ഗ്രീൻ ലൈൻ പോയേക്കുന്നതിന് പെർപെൻഡിക്കുലറായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ ലൈൻ പോയേക്കുന്നതിന് ആനുപാതികമായിട്ടാണ് ഇപ്പോൾ ഇവിടെ റൊട്ടേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു ഐക്കണിൻ്റെ കളർ എന്താണോ ആ കളറിന് അനുസരിതമായിട്ടുള്ള പ്ലെയിനിലോ അല്ലെങ്കിൽ ആക്സസിലോ ആയിരിക്കും ഇവിടെ റൊട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഈ ഒരു ആംഗിൾ ഇതിലാണ് റൊട്ടേഷൻ നടക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു ആംഗിൾ കൊടുക്കാൻ പോവാണ്. മാനുവലി എനിക്ക് 90 ഡിഗ്രി ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. ജസ്റ്റ് 45 അടിക്കുക, എൻ്റർ അടിക്കുക. ഇത് 45 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ആയി കഴിഞ്ഞു. സിമ്പിളല്ലേ? അടുത്തത് എനിക്ക് ഈ ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്യണം, റൊട്ടേറ്റിലേക്ക് വരണം. ഇനി എനിക്ക് വേണ്ടുന്നത് റെഡ് കളർ, അതായത് ഈ ആക്സസിലാണ് ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഈ ആക്സസിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുന്നു. മുന്നേ ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് ഗ്രീൻ ഈ ഒരു ആക്സസിൽ റൊട്ടേറ്റ് ചെയ്യാൻ. ഇപ്പോൾ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുന്നു, റെഡ് ആക്സസിൽ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു, എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് ഒരു ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുന്നു. അപ്പോൾ നോക്കിയേ, ഈ ആക്സസിനെ കണക്റ്റായിട്ട് നിന്നുകൊണ്ടാണ് അത് റൊട്ടേഷൻ സംഭവിക്കുന്നത്. കണ്ടോ, അവിടെ ഞാനൊരു 90 കൊടുക്കുകയാണ്. 90 ടേണായി, റൊട്ടേറ്റായി. ഇനി എനിക്ക് ഈ ഒരു ആക്സസ്, അതായത് ഇസഡ് ആക്സസിന് ചുറ്റും ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റും? ഓൾറെഡി ഇതിപ്പോൾ ഇസഡ് ആക്സസിലാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്കിപ്പം ടോപ്പിലേക്കുള്ള ആരോ, അതായത് കീബോർഡിൽ അപ്പ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതോ അവിടെ ലോക്കാവും. പിന്നീട് അതിൻ്റെ ഇത് മാറത്തില്ല, ആക്സസ് മാറത്തില്ല. ആവശ്യമുള്ള ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റ് ഓപ്ഷൻ സിമ്പിളാണ്. ഒന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, പ്രത്യേകിച്ചൊരു പ്ലെയിനിലും ലോക്ക് ചെയ്യാതെ തന്നെ. അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ആരോസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഏതൊക്കെ പ്ലെയിനിലാണോ വേണ്ടത് ആ പ്ലെയിനിൽ ലോക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്കിനി വരുന്ന വീഡിയോസിൽ ഓരോന്നായിട്ട് നമുക്ക് ഓരോ ഓപ്ഷൻസായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ റൊട്ടേറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരുപാട് കോംപ്ലിക്കേഷനൊന്നും ആക്കുന്നില്ല ഇപ്പോൾ തൽക്കാലം. പിന്നെ വരുന്നതാണ് ഫോളോ മീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതായത് നമുക്കിപ്പോൾ ഇത്തരത്തിൽ ഒരു ലൈനുണ്ട്, ഇവിടെ ഞാൻ ലൈൻ മുന്നേ ഡിലീറ്റ് ചെയ്തതിൻ്റെ ബാക്കി ഒരു ലൈൻ ഇവിടെ നിൽപ്പുണ്ട്. ആ ലൈൻ എനിക്കൊരു ട്യൂബാക്കി മാറ്റണം. ഈ ലൈനിനെ ഒരു റൗണ്ട് ട്യൂബാക്കി മാറ്റണം. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യും? ഞാനിവിടെ വരുന്നു, ഇവിടെ വന്നതിന് ശേഷം ഒരു സർക്കിളിന് ഷോർട്ട് കട്ട് C ആണ്.
സിമ്പിൾ ഷോർട്ട് കട്ടാണ്. സി സർക്കിളിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഓർത്താൽ മതി. സി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർക്കിൾ ക്രിയേറ്റ് ആവും. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇസഡ് ആക്സസിലാണ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞു ഏതെങ്കിലും ആക്സസിലേക്ക് നമുക്ക് ലോക്ക് ആക്കണമെങ്കിൽ ആരോസ് കീ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ആരോ ഉപയോഗിച്ചു ഗ്രീൻ ആക്സസിലേക്ക് ഇതിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഗ്രീൻ ആക്സസിൽ മാത്രമേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അതിന് ശേഷം അതിൻ്റെ ആ എൻഡ് പോയിൻ്റ് ഞാൻ സർക്കിളിൻ്റെ മിഡ് പോയിൻ്റായിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് സർക്കിളിനൊരു റേഡിയസ് ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു, റേഡിയസ് ഒന്നും കൊടുത്തില്ല. അതിനുശേഷം ഈ ഒരു സർക്കിളിൻ്റെ വലുപ്പത്തിലുള്ള ഒരു ട്യൂബാണ് ഞാൻ ഈ ഒരു ലൈനിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഫോളോ മീ ടൂൾ എടുക്കുന്നു, ഈ ഒരു സർക്കിളിനെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ലൈനിൻ്റെ നേരെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കണ്ടോ, അങ്ങനെ നമുക്ക് ഒരു പൈപ്പിനെ ഒരു ട്യൂബിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഷേപ്പ് വെച്ചിട്ട് കണ്ട ഒരു ട്യൂബിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മെറ്റലിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, നമ്മൾ വില്ലയുടെ വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തെ മെറ്റലിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഹാൻഡ് റെയിലിൻ്റെ ഭാഗങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടൂള് ഹെൽപ്ഫുള്ളായിരിക്കും. ഫോളോ മീ എന്ന് പറയുന്ന ടൂൾ സിമ്പിൾ ഓപ്പറേഷനാണ്. ഒരു ഷേപ്പ് ഉണ്ടായിരിക്കണം, ഷേപ്പ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മുടെ ഷേപ്പ് ഏതാണ്, സർക്കിളാണ് നമ്മുടെ ഷേപ്പ്. നമ്മുടെ പാത്ത് ഏതാണ്, ഇതാണ് പാത്ത്. അപ്പോൾ നമുക്കൊരു ഷേപ്പ് ഉണ്ടായിരിക്കണം. ചേച്ചി ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്കൊരു പാത്തുണ്ടായിരിക്കണം, പാത്തിനെ ഈക്വലൻ്റായിട്ട് ക്രിയേറ്റ് ആവേണ്ട ഒരു ഷേപ്പ് ഉണ്ടായിരിക്കണം. അത്രമാത്രം മതി. ഫോളോ മീ ടൂൾ അവൻ്റെ പണി ചെയ്തോളൂ. അപ്പോൾ ഫോളോ മീ ടൂൾ എന്താണെന്ന് മനസ്സിലായി. അടുത്തത് സ്കെയിൽ പേരിൽ തന്നെ ഉണ്ട്. ഒരു ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് സ്കെയിൽ ടൂൾ. ഈ ഒബ്ജക്റ്റിൻ്റെ തന്നെ നമുക്കൊന്ന് സ്കെയിൽ ചെയ്ത് നോക്കാം. സ്കെയിൽ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ കുറേ എല്ലാ കോർണറിലും കുറേ ചതുരക്കട്ടകളൊക്കെ കാണാൻ പറ്റും. ഇതിൽ ഈ കോർണറിലുള്ള ചതുരക്കട്ടകൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇത് യൂണിഫോം ആയിട്ടായിരിക്കും സ്കെയിലായി പോകുന്നത്. മനസ്സിലായോ? യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിലേക്കും ഒരേപോലെ, അതിൻ്റെ ഷേപ്പൊന്നും വൃത്തിയിടാവാതെ ഭംഗിയായിട്ട് യൂണിഫോമായിട്ട് സ്കെയിലായി പോകും. അതേസമയം നമ്മൾ ഈ സെൻറ്ററിൽ വരുന്ന ഈ ഒരു പോയിൻ്റാണ് ക്ലിക്ക് ചെയ്ത് വലിക്കുന്നത്. കണ്ടോ, അത് ആ ഒരു ആക്സസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിലേക്ക് ഭാഗത്തേക്ക് മാത്രമാണ് സ്കെയിലായി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് താഴോട്ടും മുകളോട്ടും ഒരേപോലെ, മുകളോട്ട് എത്ര സ്കെയിലാകുന്നു അത്രയും തന്നെ താഴോട്ടും യൂണിഫോമായിട്ട് സ്കെയിലാകും. അങ്ങനൊരു ഓപ്ഷനും കൂടെ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ കോർണറിലെ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും കോർണറിലെ നോഡ് ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്കെയിൽ ചെയ്യുന്ന സമയത്തും കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഈക്വലായിട്ട് യൂണിഫോമായിട്ട് രണ്ട് സൈഡിലേക്കും സെൻറ്റർ പോയിൻ്റ് മാറാതെ തന്നെ രണ്ട് സൈഡിലേക്കും സ്കെയിലായി വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു പോയിൻ്റ് പിടിച്ച് വലിച്ചാലും ഈ സെൻറ്റർ പോയിൻ്റ് പിടിച്ച് വലിച്ചാലും ഒക്കെ സെയിം പോലെ തന്നെയാണ് ഇത് വർക്കാവുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സെൻറ്റർ പോയിൻ്റ് പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ ലെങ്ത് വൈസ് ഇതിങ്ങോട്ട് സ്ട്രെച്ച് ആകുന്നുണ്ടോ. റബ്ബർ വലിച്ച് നീട്ടുന്ന പോലെ ഇതിനെ ഇങ്ങോട്ട് വലിച്ച് നീട്ടാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ വലിച്ച് നീട്ടാൻ പറ്റും. ഏത് കോർണർ പോയിൻ്റ് വലിച്ചാലും ഒരു കാര്യം ശ്രദ്ധിക്കുക, കോർണർ പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് വലിക്കുന്ന സമയത്ത് യൂണിഫോം ആയിട്ടായിരിക്കും അത് സ്കെയിലാവുന്നത്. ഓക്കെ, ബാക്കിയുള്ള പോയിൻ്റുകളൊക്കെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷേപ്പ് നമ്മളെ കൊഞ്ഞനം കുത്തുന്ന പോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഏത് പോയിൻ്റാണോ പിടിച്ച് സ്കെയിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ പോയിൻറ്റിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചില ആംഗിളിൽ നോക്കി കഴിഞ്ഞാൽ ആ ഷേപ്പ് മാറിയിരിക്കും, നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ മോഡലൊക്കെ ചെയ്തതിന് ശേഷം നോക്കുമ്പോഴായിരിക്കും അത് ഒരു സൈഡിൽ നിന്ന് ഷേപ്പ് കറക്റ്റ് ആവാതെ ഒക്കെ ഇരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. യൂണിഫോമായിട്ടാണ് സ്കെയിൽ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് കോർണർ പോയിൻ്റ് തന്നെ വലിച്ച് സ്കെയിൽ ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ അതാണ് സ്കെയിൽ ടൂള്. പിന്നെ വരുന്നത് ഓഫ്സെറ്റ് ടൂളാണ്. ഓഫ്സെറ്റ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരയ്ക്കുന്നു. എനിക്ക് റൂം ക്രിയേറ്റ് ചെയ്യണം. റൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അകത്തേക്ക് വീണ്ടും റെക്റ്റാങ്കിൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓഫ്സെറ്റ് ടൂൾ എടുക്കുന്നു, ഈ സൈഡ് ക്ലിക്ക് ചെയ്യുന്നു, അകത്തേക്ക് എത്രയാണ് വേണ്ടത് അത്രയും വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ 100 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് മാനുവലി തന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് വയ്ക്കുകയും ചെയ്യും. എന്നിട്ട് ഇതിനെ മാത്രം വേണ്ടിയിട്ട് എനിക്ക് പുഷ് പുൾ ടൂൾ എടുത്ത് എക്സ്ട്രൂഡ് ചെയ്യാനും സാധിക്കും. പുഷ് പുൾ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് പി ആണ്. പി അടിച്ച് കഴിഞ്ഞാൽ പുഷ് പുൾ ടൂൾ ആക്ടിവേറ്റ് ആവും. പുഷ് പുൾ ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ വാളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. റൂമൊക്കെ വേണം, അതിൻ്റെ വാള് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഓഫ്സെറ്റ് ടൂൾ ഉപയോഗിച്ച് വാളിന് വേണ്ടുന്ന തിക്നെസ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ വന്നത് ഓഫ്സെറ്റ് ടൂളാണ്. അതിൻ്റെ കൂട്ടത്തിൽ പുഷ് പുൾ ടൂളും കൂടി യൂസ് ചെയ്ത് എങ്ങനെ വാൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഓഫ്സെറ്റ് ടൂൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, അതിനകത്തും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. മൊത്തത്തിൽ സ്കെച്ചപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വളരെ സിമ്പിളാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3D വർക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് നല്ല കൂടും. കാരണം അത്രയും സിമ്പിളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത്ര സിമ്പിളായിട്ട് വേറൊരു സോഫ്റ്റ്വെയർ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് സ്കെച്ചപ്പ് സിമ്പിളാണ് ബട്ട് പവർഫുൾ. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഓഫ്സെറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. ഓക്കെ, ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഓഫ്സെറ്റ് എത്ര ഓഫ്സെറ്റ് വേണം ക്രിയേറ്റ് ചെയ്യാം. ഓഫ്സെറ്റ് ടൂൾ സിമ്പിളാണ്. വാല്യൂ കൊടുത്ത് ഓഫ്സെറ്റ് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് മാനുവലി ഓഫ്സെറ്റ് കൊടുക്കാം. അതിനുശേഷം വരുന്ന ആക്സസ് ആണ് മൂവ് ഓർ റീഓറിയൻറ്റ് ദ ഡ്രോയിങ് ആക്സസ് ഫോർ ദ എൻറ്റയർ മോഡൽ ഓർ സിംഗുലർ ഗ്രൂപ്പ് ഓർ കമ്പോണൻറ്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതിൻ്റെ ഒരു ആക്സസ് എവിടെയെങ്കിലും സെറ്റ് ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് നമുക്കതിൻ്റെ ആക്സസിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. മോഡലിനനുസൃതമായിട്ട് ആക്സസിനെ റീഓറിയൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. നമ്മൾ ചില മോഡലുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ആവശ്യമുള്ള ടൂളാണ്. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇതൊന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ആവശ്യമുള്ള ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് ആക്സസിനെ റീഓറിയൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന കോർണറിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നീട് വരുന്നതാണ് ഫ്ലിപ്പ് അഥവാ മിറർ ടൂൾ. ഫ്ലിപ്പ്, മിറർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. ഞാൻ സാധാരണ ഇതിനെ മിറർ എന്നാണ് പറയുന്നത്, ഫ്ലിപ്പ് എന്ന് പറയാം. ഓക്കെ, വാട്ടെവർ ഇറ്റ് ഈസ്. ഫ്ലിപ്പ് ടൂളാണ് അല്ലെങ്കിൽ മിറർ ടൂൾ എന്ന് പറയാം. നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇപ്പുറത്തോട്ട് ഫ്ലിപ്പ് ചെയ്ത് വയ്ക്കണമെങ്കിൽ ആ പ്ലെയിൻ ആക്റ്റീവ് ആവുന്നുണ്ടോ? ഇപ്പം നോർമലി നമ്മളിവിടെ ഇട്ട് മൗസ് പോയിൻ്റ് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ലൈറ്റ് കളറിലാണ് അതെല്ലാം നിൽക്കുന്നത്. ഏത് പ്ലെയിനാണ് ആക്റ്റീവ് ആവുന്നത് അത് ഡാർക്ക് കളറിലേക്ക് മാറും. ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ഡാർക്ക് ആവും, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഡാർക്ക് ആവും, റെഡ് ആണെങ്കിൽ റെഡ് ഡാർക്ക് ആവും. അപ്പോൾ ഞാനിപ്പുറത്ത് ഈ സൈഡിലേക്കാണ് ഇതിനെ മാറ്റി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്ലെയിനെ ക്ലിക്ക് ചെയ്യുന്നു, ഉണ്ടോ, അത് ഇപ്പുറത്തേക്ക് ഫ്ലിപ്പായി. അപ്പോൾ ഇവിടെ ഒറിജിനൽ ഒബ്ജക്റ്റാണ് ഫ്ലിപ്പായത്. എനിക്ക് ഒറിജിനൽ ഒബ്ജക്റ്റിനെ അല്ല ഫ്ലിപ്പ് ചെയ്യേണ്ടത്, എനിക്കൊരു കോപ്പിയാണ് ഫ്ലിപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അടിക്കുന്നു, മൂവ് ടൂൾ എടുക്കുന്നു. മൂവ് ടൂൾ ഒരുപാട് ഉപയോഗം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മൂവ് ടൂളിനെ എടുത്തിട്ട് ഈ മൂവ് ടൂളിനെ എവിടെ വയ്ക്കുന്നു, ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, ഫ്ലിപ്പ് എടുക്കുന്നു, ഇങ്ങോട്ട് മാറ്റുന്നു. ഓക്കെ, നമുക്കൊരു കോപ്പി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ഒരു ഷേപ്പായത്. ഓക്കെ, എന്താ ഒരു മെക്കാനിക്കൽ ഒബ്ജക്റ്റ് പോലൊക്കെ തോന്നും. അപ്പം നമുക്ക് ഇത്തരത്തിൽ ഫ്ലിപ്പ് ടൂള് യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലിപ്പ് ടൂള് എല്ലാ ആക്സസിലും ഇതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഗ്രീൻ ആക്സസിലേക്കാണെങ്കിൽ അങ്ങോട്ട് തിരിയും, തിരിച്ച് ബ്ലൂ ആക്സസിലാണെങ്കിൽ മുകളിലേക്ക് തിരിയും. ഇതൊക്കെ ഇവിടെ സംഭവിക്കും. ഓക്കെ,
ഫ്ലിപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട്. സിമ്പിൾ ടൂളാണ്, കോംപ്ലിക്കേഷൻസ് ആയിട്ടൊന്നുമില്ല അതിനകത്ത്. പിന്നെ വരുന്നത് ടേപ്പ് മെഷർ ടൂൾ. അതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഈ ഒരു സ്കെച്ചപ്പിൻ്റെ ഒരു സിംപ്ലിസിറ്റി നോക്കിയേ. ഈ ഒരു ടൂൾ കണ്ടിട്ട് അത് ടേപ്പാണെന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒരു നോളജിൻ്റെ ആവശ്യമില്ല. കാരണം അത് എക്സാക്റ്റ് ഒരു ടേപ്പിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിമ്പിളാണെന്നുള്ളത്. ഒരു ടേപ്പ് മെഷർ ചെയ്യുന്നൊരു ടേപ്പിൻ്റെ ഷേപ്പിലാണ് ആ ഒരു ടൂൾ, ടേപ്പ് മെഷർ ടൂൾ. ഇവിടുന്ന് ഇവിടെ വരെ ഒരു ഡിസ്റ്റൻസ് അളക്കാൻ. സാധാരണ നമ്മൾ സൈറ്റിലൊക്കെ പോയി മെഷർമെൻറ്റ് എടുക്കുന്ന പോലെ തന്നെ മെഷർമെൻറ്റ് അളന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ടേപ്പ് മെഷർ ടൂൾ. പിന്നെ വരുന്നത് ഡയമെൻഷൻ ടൂളാണ്. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോകാഡിൽ കൊടുക്കുന്ന പോലെ നമുക്ക് ഡയമെൻഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഡയമെൻഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. ഇപ്പോൾ തൽക്കാലം ഇത്രയും ടൂളുകളെ ഞാനിവിടെ കവർ ചെയ്യുന്നുള്ളൂ. അതിന് ശേഷം വരുന്നത് ക്യാമറ റെൻഡറിങ് അതുപോലെ ബന്ധപ്പെട്ട ടൂളുകളാണ്. പക്ഷേ ഈ ടൂളുകളൊന്നും നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല. ഇനി അങ്ങോട്ട് വരുന്ന റെൻഡറിങ് ഭാഗത്തേക്ക് വരുമ്പോൾ മതി. ഒരുപാട് ടൂളുകളൊന്നും പഠിപ്പിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇത്തരം ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഭാഗത്തേക്കാണ്. അതിന് ശേഷമേ ഈ കാണുന്ന ടൂളുകളൊക്കെ തന്നെ ഇവിടെ കവർ ചെയ്യുന്നുള്ളൂ. കാരണം വേണമെങ്കിൽ ഒരു 5-6 വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടൂളുകളും കുത്തിയിരുന്ന് പറയാം. പക്ഷേ അതിലൊന്നും കാര്യമില്ല. ആവശ്യമുള്ള ടൂളുകളെ ഞാനിവിടെ കവർ ചെയ്ത് പോകുന്നുള്ളൂ. പിന്നെ ഓരോന്ന് നമുക്ക് ആവശ്യം വരുന്നതിനനുസരിച്ച് ഓരോ വർക്ക് ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതിനനുസരിച്ച് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. നിലവിൽ ഇത്രയും ടൂളുകൾ വർക്ക് ചെയ്ത് പഠിക്കുക. ഈ ഒരു ഡയമെൻഷൻ ടൂൾ വരെയുള്ളത് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ടൂളുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു മോഡൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും ടൂൾ മതി നമുക്ക് സ്കെച്ചപ്പിൽ വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. എല്ലാ സോഫ്റ്റ്വെയറിൻ്റെ പോലെ 80-20 റൂളാണ് ഏതൊരു സോഫ്റ്റ്വെയറിനകത്തും വർക്കാവുന്നത്. കാരണം സോഫ്റ്റ്വെയറിൻ്റെ 80% നമ്മൾ യൂസ് ചെയ്യത്തില്ല, 20% നമ്മൾ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി ഉപയോഗിക്കത്തുള്ളൂ. പക്ഷേ 100% സാധാരണഗതിയിൽ നിങ്ങൾ കോഴ്സുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ 100% പഠിപ്പിക്കും. പക്ഷേ അതിൻ്റെ 20% മാത്രമേ നമുക്ക് ഉപയോഗത്തിൽ വരത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 20% മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. ബാക്കിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ സ്റ്റേജിൽ നമുക്ക് കവർ ചെയ്ത് പോകാം. വെറുതെ 100% പറഞ്ഞു തന്നതിന് ശേഷം ക്ലാസ് തുടങ്ങാതിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകില്ല. വെറുതെ വലിച്ചു നീട്ടി കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. ഇത് തന്നെ ലെങ്ത്തുള്ളൊരു വീഡിയോ ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇത്തരം ടൂളുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ ഡയറക്റ്റ് മോഡലിങ്ങിലേക്കാണ് പോകുന്നത്. ബാക്കിയുള്ള ടൂളുകളൊക്കെ നമുക്ക് പോകെ പഠിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.